ഇനി നിതിൻ അംബുജൻ ചേരുന്നു. കൊച്ചിയിൽ ED കൂടി അന്വേഷണം തുടങ്ങിയെന്നുള്ള വാർത്തകൾ വരുമ്പോൾ നിതിൻ അംബുജൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ. നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസമാണ് ED ECI രജിസ്റ്റർ ചെയ്തത്. അതിന് പിന്നാലെ തന്നെ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ED. തിങ്കളാഴ്ച തന്നെ കോടതി സമീപിച്ച് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രതിയായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാകും ആദ്യം ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങുക. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടാതെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഈ മൂന്നുപേരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് രേഖകളാകും ED ആദ്യം പരിശോധിക്കുക. ഇതിൽ കൃത്യമായി തന്നെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് ED ഉള്ളത്. കാരണം ഇതിൽ ഈ കേസിൽ SITയുടെ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ EDയുടെ പ്രാഥമിക അന്വേഷണം അല്ലെങ്കിൽ വിവരശേഖരണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ രേഖകൾ ED ആവശ്യപ്പെട്ടത്. അന്വേഷണ സംഘത്തിന് ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ടായെങ്കിൽ പോലും പിന്നീട് അന്വേഷണ സംഘം കോടതി ഇതിൽ ഉത്തരവിടുകയായിരുന്നു. അതിനുശേഷമാണ് EDയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിൽ കടക്കുകയും കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന ഒരു സ്ഥിരീകരണം എടുക്കുകയും ചെയ്ത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ PMLA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഈ PMLA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതികളുടെ എല്ലാം തന്നെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ED സ്വീകരിക്കും. റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ED പോകാൻ സാധ്യതയുണ്ട്. ഈ നഷ്ടത്തിന്റെ ആകെ മൂല്യം കണക്കാക്കി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഒരു നീക്കമാകും ED സ്വീകരിക്കുക. അത്തരമൊരു നടപടികൾ എന്തായാലും വേഗത്തിലേക്ക് പോകും. SIT ഈ കേസുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയോ അവരുടെ എല്ലാം തന്നെ മൊഴി EDയും രേഖപ്പെടുത്തും. നിലവിലുള്ള പ്രതിപട്ടികയുള്ളവരെല്ലാം തന്നെ EDയുടെ പ്രതിപട്ടികയിലുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട കണ്ഠർ രാജീവരും ഈ കേസിൽ പ്രതിയാകും എന്ന് തന്നെയാണ് കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും തിങ്കളാഴ്ചയാകും കോടതിയെ സമീപിച്ച് പ്രതികളെ കസ്റ്റഡി വേണമെന്നൊരു ആവശ്യം ED മുന്നോട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു തുടർ നടപടിയിലേക്ക് പോകുക. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിയിലേക്ക് പോകും. കള്ളപ്പണ ഇടപാട് ഈ 3 പേരിൽ ആദ്യം വിശദമായി അന്വേഷിക്കും. മാത്രമല്ല ഇത് എവിടെ നിന്ന് ആർക്കൊക്കെ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാകും ED പ്രധാനമായും അന്വേഷിക്കുക. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക നീക്കത്തിലേക്കാണ് ED കടന്നിരിക്കുന്നത്. ഇനി ആർക്ക് അല്ലെങ്കിൽ ഈ കേസിൽ ആരൊക്കെ ഉൾപ്പെടും, ഏതൊക്കെ നിലയിലേക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകുമെല്ലാം തന്നെ ഇനി വരും ദിവസങ്ങളേറെ നിർണായകമാണ്. എന്തായാലും തിങ്കളാഴ്ച കൂടി തന്നെ കോടതിയെ സമീപിച്ച് പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമാകും ED മുന്നോട്ട് വയ്ക്കുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.